നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിലെ വ്യാപാരികളുടെ ചിരകാലാഭിലാഷമായ ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപമാണ് ജില്ലാ വ്യാപാര ഭവന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബേർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കുട്ടികളെ ആദരിച്ചു. ആലപ്പുഴ ജോസ് ആലുക്കാസിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചു. ഓഫർ പ്രഖ്യാപിച്ചതോടെ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുമ മേരി തോമസ് ഓഫർ വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ വ്യാപാരികളുടെ ചിരകാലാഭിലാഷമായ ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപമാണ് ജില്ലാ വ്യാപാര ഭവന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജു അപ്സര ജില്ലയിലെ വ്യാപാരികളുടെ ചിരകാല സ്വപ്നമായ ജില്ലാ വ്യാപാര ഭവന്റെ പ്രവർത്തനത്തിന് ഞായറാഴ്ച ആലപ്പുഴയിൽ തുടക്കമായി. ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപം ദേശീയപാതയോരത്താണ് ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായുള്ള വ്യാപാര ഭവൻ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാരികളുടെ ജില്ലാ ആസ്ഥാനമായ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയ്ക്ക് മാത്രം ഏതാണ്ട് 6,000 ആളുകൾക്കാണ് 75,000 രൂപ വെച്ച് ലഭിച്ചത്. 6,000 ആളുകൾക്ക് ഏതാണ്ട് 5,000 ലക്ഷത്തോളം രൂപ ലഭിച്ചു. അപ്പം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗുണമായി പല ജില്ലകൾക്ക് ലഭിച്ചു. കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ചു, തിരുവനന്തപുരം ജില്ലയ്ക്ക് ലഭിച്ചു. അതേ പറഞ്ഞത് ആലപ്പുഴ ജില്ലയുടെ പ്രവർത്തനങ്ങൾ, സമര രംഗത്ത് നാം നടത്തുന്ന പോരാട്ടങ്ങൾ അത് ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തം പ്രയോജനം ലഭിക്കുന്നു. അത് നമ്മുടെ ഒറ്റ കൂട്ടായ ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും നമ്മളെടുക്കുന്ന ജില്ല എടുക്കുന്ന നിലപാടനുസരിച്ച് ജില്ലയുടെ കഴിഞ്ഞ 2 വർഷത്തെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമായിരുന്നു. സമരരംഗത്ത് ജില്ലാ കമ്മിറ്റി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗുണഫലം സംസ്ഥാനമാകെ ലഭിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ഹാൾ, എക്സിക്യൂട്ടീവ് ഹാൾ, കോൺഫറൻസ് ഹാൾ അടക്കം ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി V. സബിൽരാജ് അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി, സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ S. ദേവരാജൻ, ഉപാധ്യക്ഷന്മാരായ പെരിങ്ങമല രാമചന്ദ്രൻ, MK തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K. അഹമ്മദ് ഷെരീഫ്, സംസ്ഥാന സെക്രട്ടറിമാരായ ബാബു കോട്ടയിൽ, സണ്ണി പൈമ്പള്ളിയിൽ, VM ലത്തീഫ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AJ റിയാസ്, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ വർഗീസ് വല്യാക്കൽ, KS മുഹമ്മദ്, MM ഷെരീഫ്, പ്രതാപൻ സൂര്യാലയം,
ജില്ലാ ഉപാധ്യക്ഷന്മാരായ ആർ സുഭാഷ്, ഷംസ് വളഞ്ഞവഴി, മറ്റ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ ചടങ്ങിന് സ്വാഗതവും ഉപാധ്യക്ഷൻ ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ കുട്ടികളെ ആദരിച്ചു. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. കുതിരപ്പന്തി TKM UP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, ഏതൊരു മികവ് നമ്മളുടെ മക്കൾ നേടിയാലും അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കൾച്ചറാണ്, നമ്മുടെ ഒരു സംസ്കാരമാണ്. അതവർക്ക് കൂടുതൽ പ്രോത്സാഹനമാണ്, മറ്റുള്ളവർക്കും പ്രോത്സാഹനമാണ്. നമ്മൾ ആദരിക്കുന്ന കുട്ടികളെ എടുത്താൽ, ആ ഓരോ കുട്ടിയെടുത്ത് നമ്മൾ നോക്കിയാൽ ആ കുട്ടിയുടെ വിജയം, ആ കുട്ടിയുടെ വീട്ടിലെ സന്തോഷം, വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കാം ആ വിജയത്തെ. ഒരു വീട്ടിലെ മാത്രം സന്തോഷമാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചവരെ വിളിച്ചുകൂട്ടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്തിരി സംസാരമൊക്കെ നടത്തിയതിനു ശേഷം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നാടിന്റെ പൊതുവായ ഒരു സന്തോഷമായി, ഒരു കുട്ടിക്ക് കിട്ടിയ സന്തോഷം, അല്ലെ ഒരു വീടിന്റെ ഉള്ളിലെ സന്തോഷം, ഒരു സമൂഹത്തിന്റെ സന്തോഷമായിട്ട് നമ്മൾ വളർത്തുന്നു എന്നുള്ള. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. കുതിരപ്പന്തി വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി സദാശിവപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R. വിനീത, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS. കവിത, കൗൺസിലർമാരായ എൽജിൻ റിച്ചാർഡ്, B. അജേഷ്, സിമി ഷാഫി ഖാൻ, ബീന രമേശ്, രാഖി, PK ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. കവയത്രിയും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക കൂടിയായ സുവർണകുമാരിയെയും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിനെയും അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിൽ ആദരിച്ചു. യോഗത്തെ തുടർന്ന് പ്രദേശത്തെ നിർധനരായവർക്കുള്ള ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും നടത്തി. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബെർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ സമൂഹത്തിൽ നന്മമരങ്ങളായി വളർന്നു വരേണ്ടവരാണെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ അഭിപ്രായപ്പെട്ടു. വലിയമരം വാർഡ് കൗൺസിലർ നസീർ പുന്നക്കലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയമരം ഹാരിസ് ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് സൗത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ ബെർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്ത് കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ശ്രമിച്ചാലും കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും വളരെ പിന്നിലേക്കാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഞാൻ നമ്മുടെ സ്റ്റേഷനിൽ വരുന്ന ഓരോ ആൾക്കാരോടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പരാതിയായിട്ട് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഓട്ടോ ഓടുന്നതിന് പോലും PCC സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കാലഘട്ടം. അതേപോലെ തന്നെ അവിടുത്തെ ക്ലീനിങ്ങിനും. അപ്പൊ അത്രയും നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രവർത്തന രീതികൾ. അപ്പം നഗരസഭാ കൗൺസിലർ B. അജേഷ്, ആൽഫ അക്കാദമി ആൻഡ് ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ ജിൻസി റോജസ്, അനിൽ തിരുവമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ADS സെക്രട്ടറി ഹേമ സിന്ധു സ്വാഗതവും ADS ഗവേണിംഗ് ബോഡി അംഗം രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കൂടാതെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും LKG മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണവും ചടങ്ങിൽ വിതരണം നടത്തി. ആലപ്പുഴ ജോസ് ആലുക്കാസിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചു. ഓഫർ പ്രഖ്യാപിച്ചതോടെ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുമ മേരി തോമസ് ഓഫർ വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ജോസ് ആലുക്കാസിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചു.
ഓഫർ പ്രഖ്യാപിച്ചതോടെ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ജുവലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുമ മേരി തോമസ് ഓഫർ വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് സെയിൽസ് ഹെഡ് KP ജോസഫ്, ഷോറൂം മാനേജർ AB ജയറാം, അക്കൗണ്ട്സ് മാനേജർ KJ ജിജു, അസിസ്റ്റന്റ് മാനേജർ CJ റിജോ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസത്തിന് ആയി സ്വർണ്ണവിലയുടെ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് എന്നൊരു ഓഫറാണ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ഓഫർ കാലയളവിൽ വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾക്കാണ് 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭ്യമാകുന്നത്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20%, പ്ലാറ്റിനത്തിന് 7% ഡിസ്കൗണ്ടും ലഭ്യമാകും എന്നതും ഈ ഓഫർ കാലയളവിൻ്റെ പ്രത്യേകതയാണ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ HUID മുദ്രയോടുകൂടി പുതിയ ആഭരണമാക്കി മാറ്റിയെടുക്കാനുള്ള സൗകര്യവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക അറിയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA അഭിപ്രായപ്പെട്ടു. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാണി സി കാപ്പൻ. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA അഭിപ്രായപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. കേരള ഡെമോക്രാറ്റിക് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിൽ നമ്മൾ എത്ര സീറ്റ് പിടിച്ചെടുക്കുന്നതിനെ ആശ്രയിച്ച് നമുക്ക് അസംബ്ലിയിൽ ഇനി എത്ര സീറ്റ് കൂടുതൽ കിട്ടും. എന്തായാലും ഒരു കണിയാക്കെടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ല. ആ അധികാരത്തിന്റെ ഭാഗഭാഗികളായി പാർട്ടിയെ കൊണ്ട് ജനങ്ങൾക്കും പാർട്ടിയെ കൊണ്ട് പ്രവർത്തകർക്കും പ്രവർത്തകരെ കൊണ്ട് പാർട്ടിക്കും പ്രയോജനം ഉണ്ടാവണം എന്ന പോളിസിക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അമ്പലപ്പുഴ അധ്യക്ഷത വഹിച്ചു. സുൽഫിക്കർ മയൂരി, സലീം P. മാത്യു, കടകംപള്ളി സുഗു, ബേബി തോമസ്, സിബി മാത്യു, പ്രദീപ് കരുണാകരൻ പിള്ള, ജിജി പുന്തല, മൻസൂർ റഹ്മാനിയ, സുധീർ നാലുകെട്ട്, പുന്നപ്ര അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ ബിജു കോട്ടുപള്ളി, ഷബീർ അബ്ബാസ്, TP രാജൻ, ഹാഷിം വിയപുരം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MP-മാരുടെ ഫണ്ട് കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ചെറുതും വലുതുമായ കാവുകൾക്ക് പൂർണ്ണമായ ഒരു വികസനം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് MP-മാരുടെ ഫണ്ട് കാവും കുളവും നവീകരിക്കുന്നതിന് കൊടുക്കണം. അതുപോലെ തന്നെ അതൊരു പുതിയ ആവശ്യമാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷവും ഗ്രാൻറ്റ് കൊടുത്താൽ ഗുണമെന്ന് പറയുന്നത് കാവുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കാൻ സഹായകരമാകും. പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാവുകൾ വിശ്വാസികൾ സംരക്ഷിക്കുകയും ഭൂമിക്ക് ഉടമകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കണം. അപ്പോൾ ഈ 3 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ട് 2021 കാവ് വികസനത്തിനുള്ള ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കണമെന്നും കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് എല്ലാ വർഷവും കേരളത്തിലെ കാവുകൾക്കും കുളങ്ങൾക്കും ഗ്രാന്റ് നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്രം നൽകുന്ന ഫണ്ട് എല്ലാ ജില്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വിതരണം ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NN ഗോപിക്കുട്ടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി AK രവീന്ദ്രൻ ശാന്തി, ബേബി പാറക്കാടൻ, മാങ്കുളം GK നമ്പൂതിരി, സുരേഷ് മണ്ണാറശാല, ആര്യാട് സിദ്ദീഖ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വ്യാപാരികളുടെ ചിരകാലാഭിലാഷമായ ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ ആലപ്പുഴ വലിയ ചുടുകാടിന് സമീപമാണ് ജില്ലാ വ്യാപാര ഭവന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര
ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആദരവ് 2024 മെറിറ്റ് അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബേർലി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ കുട്ടികളെ ആദരിച്ചു. ആലപ്പുഴ ജോസ് ആലുക്കാസിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചു. ഓഫർ പ്രഖ്യാപിച്ചതോടെ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുമ മേരി തോമസ് ഓഫർ വിപണന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി നേതൃത്വം നൽകുന്ന മുന്നണിയെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് മാണി സി കാപ്പൻ MLA. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവും കുളവും നവീകരിക്കാൻ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചതായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.